ഹലോ, ഇന്ന് പ്രതീക്ഷിച്ചിരിക്കാൻ നല്ല വെയിലുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ വിചാരിച്ചു ഒന്ന് തൊടുപുഴ കണ്ണനെ പോയി തൊഴാന്ന്. സാധാരണ എല്ലാ ദിവസം തന്നെ ഇപ്പൊ മഴയായത് കാരണമേ പോവാനൊന്നും മടിക്കും കേട്ടോ. അങ്ങനെ ഇന്ന് പോകുന്നത് ബസ്സിനാണേ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ബസ്സിന് യാത്ര ചെയ്യാനായിട്ട്, പ്രത്യേകിച്ച് ഈ പാട്ടൊക്കെ ഇട്ട് നല്ലൊരു വൈബിൽ പോരാനായിട്ടെ. ഇതാണ് തൊടുപുഴ പാലം കേട്ടോ. ഈ പാലം കടന്ന് വേണം നമ്മൾ അമ്പലത്തിലേക്ക് പോകാനായിട്ടെ. തൊടുപുഴ ആറ്റിലെ ചേർന്നാണ് കേട്ടോ കൃഷ്ണന്റെ അമ്പലം. തൊടുപുഴക്കാരുടെ ഏറ്റവും പ്രിയപ്പെട്ട ക്ഷേത്രമാണ് കേട്ടോ. തൊടുപുഴ ടൗണിൽ തന്നെയാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ തിരക്കുള്ള ദിവസം എന്ന് പറഞ്ഞാൽ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയാണ് കേട്ടോ. വീട്ടിൽ നിന്ന് അമ്മ വന്നതിന് ശേഷം അമ്മയും കൊണ്ട് വന്നതാണ്. ഓരോ പ്രാവശ്യം വരുമ്പോഴും എനിക്ക് ഓരോ അനുഭവങ്ങളാണ് ഇവിടെ നിന്ന് ഉണ്ടാവുന്നത്. ഇന്നും എനിക്കൊരു അനുഭവം ഉണ്ടായി കേട്ടോ. തൊഴുത് പുറത്തിറങ്ങിയതിന് ശേഷം ഞാൻ നോക്കുമ്പോഴാണെങ്കിലേ ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് അനിത ചേച്ചിയെ ഞാൻ ഈ ക്ഷേത്രത്തിൽ വെച്ച് കാണുന്നത്. ചേച്ചിയും ഞാൻ ഒന്നിച്ചാ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന കേട്ടോ. ഭയങ്കര സന്തോഷം തോന്നി കണ്ടപ്പോൾ. ഈ വർഷം ഇവിടുത്തെ ഉത്സവം ഗംഭീരമായിരുന്നു കേട്ടോ. ആ സമയത്ത് ഇവിടെ ശോഭന മാം ആണ് വന്നത്, ഡാൻസ് ഉണ്ടായിരുന്നു. ഭഗവാന്റെ അടുക്കലിൽ നിന്നും വെണ്ണയും ത്രിമധുരവും കിട്ടിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിച്ച് ഞങ്ങള് ചുറ്റും പ്രദക്ഷിണമൊക്കെ വെച്ച് വന്നപ്പോഴാണ് മഞ്ചാടിക്കുരു കണ്ടത്. നമ്മൾ നാണയം ഇട്ടിട്ട് മഞ്ചാടിക്കുരു 3 തവണ വാരിയെടുക്കും. അങ്ങനെ എല്ലാവരും ഇവിടെ ചെയ്യാറുണ്ട് കേട്ടോ. പിന്നെ ഊട്ടുപുരയിൽ കുറച്ചു നേരം വിശ്രമം. അതെന്തിനാണെന്നറിയോ? ഇന്നിവിടെ പ്രസാദ ഊട്ടുണ്ട്. എല്ലാ ദിവസവും തന്നെ ഉണ്ട് കേട്ടോ. പ്രസാദം കഴിച്ചിട്ട് പോവാന്ന് വിചാരിച്ചു. ഞങ്ങൾ ഇവിടെ വെച്ചൊരു അമ്മയെ പരിചയപ്പെട്ടു കേട്ടോ. അമ്മയ്ക്കും വീഡിയോയിൽ വരാൻ വലിയ ഇഷ്ടമായിരുന്നേ. അപ്പൊ ഈ സെൽഫിയോട് കൂടി ഇന്നത്തേക്ക് വിടാ. ടാറ്റാ ബൈ.